All know this is Shruti and today I'm going to take IELTS Writing Task 1, Academic Writing. So, first of all, എല്ലാവരോടും തന്നെ a very happy new year. നമ്മുടെ ഫസ്റ്റ് 2024 ഫസ്റ്റ് ഓൺലൈൻ സെക്ഷനാണ്, വീഡിയോ ആണ് ടാസ്ക് 1-ൻ്റെ. അപ്പോൾ എല്ലാവർക്കും അറിയാം റൈറ്റിംഗ് ടാസ്ക് 1 എന്താണ്. അങ്ങനെ നമ്മൾ കുറേ വീഡിയോസ് പോയിരുന്നു ടാസ്ക് 1 റിലേറ്റഡ് ആയിട്ട്. റൈറ്റിംഗ് ടാസ്ക് 1 എന്താണ്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ബേസിക് സ്ട്രക്ചേഴ്സ്, നമ്മൾ ഒരുപാട് സാമ്പിൾസും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ ലൈവിലായാലും നമ്മളൊരു ലൈൻ ഗ്രാഫ് എടുത്താണ് ചെയ്തത്, അതെങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നമ്മുടെ ടാസ്ക് 1 എന്ന് പറയുമ്പോൾ എന്താണ്, മോസ്റ്റ്ലി ലൈക്ക് നമ്മുടെ ലോജിക് ബേസ്ഡ് ആണല്ലേ. നമ്മളെപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മുടെ ലോജിക്കൽ തിങ്കിങ് എഫക്റ്റ് ചെയ്യും. അപ്പം എന്താണ് ടാസ്ക് 1, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഇയറിൽ പഠിച്ചു. അപ്പോൾ ഈ ഇയറിൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എന്താണ്, അപ്പോൾ ഈ ഇയർ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. കുറേ ആൾക്കാർ റെസൊല്യൂഷനായിട്ട് IELTS ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ലൈവ് സെക്ഷൻസ് കാണുക, സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ലൈവ്സിൽ. ഇനിയുള്ള ലൈവ്സിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് പറയും ഒക്കെ ചെയ്യും അല്ലേ. അപ്പോൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. ന്യൂ ഇയറിൻ്റെ ആദ്യത്തെ ദിവസങ്ങളൊക്കെയാണ്. കുറേ പേരൊക്കെ മടി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ വർക്കിന് പോകാനായിട്ട്. അങ്ങനെയൊക്കെയുള്ളൊരു റെസൊല്യൂഷൻസ് അല്ലാത്തവരെല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ചിലർ IELTS എടുക്കാം, പുറത്തു പോവാം, ന്യൂ ഇയറിൽ റെസൊല്യൂഷൻ എടുത്തവരാണ് ഈ വർഷം ഞാൻ പുറത്തു അബ്രോഡ് പോവും, അതിനുവേണ്ടി ഞാൻ IELTS എടുക്കും, അങ്ങനെയൊക്കെ എടുത്തവർ കാണും. അങ്ങനെയൊക്കെ പല ആൾക്കാർ ലൈവ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ലൈവ് പോകുന്നത് IELTS റൈറ്റിംഗ് ടാസ്ക് 1 ആണ്. ആൻഡ് ആസ് യൂഷ്വൽ വി ആർ ഗോയിങ് വിത്ത് എ സാമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ലൈവിലും സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഈ ലൈവിലും നമ്മൾ പോകുന്നത് ഒരു ടൈപ്പ് ഓഫ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ most of you guys know എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി അക്കാഡമിക് റൈറ്റ് ടാസ്ക് 1, അതായത് റിപ്പോർട്ട് റൈറ്റിങ്ങിൽ വരാറുള്ളത്. മെയിനായിട്ട് നമുക്ക് 3 കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ചാർട്ട്സ്, ഗ്രാഫ്, ടേബിൾസ് ആണ്. ആ കാറ്റഗറി വരുമ്പോൾ നമുക്ക് പൈ ചാർട്ട്സ് വരാറുണ്ട്, ലൈൻ ഗ്രാഫ് വരാറുണ്ട്, ബാർ ഗ്രാഫ് അല്ലെങ്കിൽ കോളം ചാർട്ട്സ് വരാറുണ്ട്, കോമ്പിനേഷൻ ഗ്രാഫ്സ്, അതായത് ഇതിൻ്റെയൊക്കെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഫോമിലും വരാറുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പ്രോസസ് ഡയഗ്രാം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്, ഒരു പ്രോസസ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും അവിടെ വരുന്നത്. പിന്നെ തേർഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ മാപ്പ് അല്ലെങ്കിൽ പ്ലാൻസ് ഓർ ലേ ഔട്ട്. ഇങ്ങനത്തെയൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി നമുക്ക് റിപ്പോർട്ട് റൈറ്റിങ്ങിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റീസെൻ്റ്ലി ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ടേബിൾസ്. സോ ടേബിൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാറ്റഗറി, ചാർട്ട്സ്, ഗ്രാഫ്, ആ ഒരു കാറ്റഗറി വരുന്നതാണ്. എന്തുകൊണ്ടാണ് ടേബിൾ അല്ലെങ്കിൽ ചാർട്ട്സോ ലൈൻ ഗ്രാഫ്, എനി ഗ്രാഫ് അല്ലെങ്കിൽ ടേബിളിൽ വരുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ടേബിളിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ന്യൂമറിക്കൽ ഇൻഫർമേഷൻസ് ആണല്ലേ. അപ്പോൾ നമുക്ക് ന്യൂമറിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത്. നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതിൽ വന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അവിടെ കമ്പയർ ചെയ്യുന്നതെല്ലാം ഈ ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. സോ സിമിലർ ട്രെൻഡ്സ് ആണ്. പിന്നെ ടേബിളിനെ നമ്മളുടെ മറ്റ് ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ടിൽ നിന്ന് എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ് അനുരാഗ്. നമുക്ക് ഡയറക്റ്റ് ട്രെൻഡ് അറിയാൻ പറ്റില്ല, നമ്പേഴ്സ് കണ്ടുകൊണ്ട് മനസ്സിലാകും. നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് മനസ്സിലാക്കണം അവിടെ എന്ത് ട്രെൻഡാണ് കാണിക്കുന്നത്, ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ട്രെൻഡാണോ, അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത്. അത് അനലൈസ് ഇച്ചിരി ടൈം എടുക്കും. നമ്പേഴ്സിൽ കൂടെ പോയി അവിടെ വരുന്ന ട്രെൻഡ് എങ്ങനെയാണ് നമുക്ക് അത് അൺലൈക്ക് അതർ ഗ്രാഫിൽ നമുക്ക് എടുത്തറിയാൻ പറ്റും, കാരണം വിഷ്വലിയാണ് അത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ നമ്പേഴ്സ് അതുപോലെ തരുന്നുണ്ട്, നമുക്ക് കണ്ടിരിക്കാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടി തോന്നാം. സ്റ്റിൽ ലൈക്ക് അതർ ഗ്രാഫ് ഇവിടെ നമ്മൾ നമ്മുടെ ട്രെൻഡ്സിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാമ്പിൾ ക്വസ്റ്റിലേക്ക് പോവാം. സോ ഇന്നത്തെ സാമ്പിൾ ടേബിൾ ഇതാണ്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേബിൾ ഇതാണ്. അപ്പോൾ നമ്മൾ പല ആൾക്കാർ IELTS എടുക്കുന്നത് തന്നെ എന്തിനാണ്, സ്റ്റഡീസിന് വേണ്ടിയാണ്. ക്വസ്റ്റ്യനും അത് റിലേറ്റഡ് തന്നെയാണ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കൗണ്ടാണ്. സോ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് എന്താണ്, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ടേബിളിനെ അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കാണാം അല്ലേ. സോ ഇതാണ് നമുക്ക് ടേബിളിൻ്റെ കൂടെ കിട്ടുന്ന ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ എന്താണ് ചെയ്യുന്നത്, ക്വസ്റ്റ്യനെ റീഫ്രേസ് ചെയ്യാറാണ് പതിവ്. സോ ബേസിക് സ്ട്രക്ചർ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിന് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. IELTS റിപ്പോർട്ട് റൈറ്റിങ്ങിൽ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 4 കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. സോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ. സോ ഇവിടെയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തിനെക്കുറിച്ചാണ് ആ ഗ്രാഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷ്വൽ ഇൻഫർമേഷൻ എന്ത് റിലേറ്റഡ് ആണെന്നൊരു ക്വസ്റ്റ്യൻ കാണും. സോ ആ ക്വസ്റ്റ്യനെ നമ്മൾ റീഫ്രേസ് ചെയ്തെഴുതും. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ 2 tables below ഷോ ദ നമ്പർ ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് റിസോഴ്സ് കൺട്രീസ് ഇൻ കാനഡ ആൻഡ് ദ USA in 2 school years. സോ എന്താണ്, 2 സ്കൂൾ ഇയേഴ്സിൽ കാനഡ ആൻഡ് US ലും കാനഡയിലും
ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് വന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയാണ് ഈ തന്നിരിക്കുന്ന ടേബിളിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ചാടിക്കയറി എഴുതുവാണോ? അല്ല. as I always mention, take some time. നിങ്ങൾക്ക് 20 minutes ആണ് റൈറ്റിംഗ് ടാസ്ക് 1 എന്നുള്ളത്. ആ 20 minutesൽ 5 minutes എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ എടുക്കണം, പ്ലാൻ ചെയ്യുക, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. ഇത് സെയിം ഗോസ് ഫോർ എസ്സേ റൈറ്റിംഗ്. എസ്സേ ആണെങ്കിൽ കൂടെ ചാടിക്കയറി എഴുതാനുള്ളതല്ല പറയാം. അപ്പോൾ ഇവിടെയാണെങ്കിലും എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പം നമ്മുടെ ടേബിൾ ഇതാണ്. നമുക്കൊന്നല്ല 2 ടേബിളുണ്ട്. ഫസ്റ്റ് ടേബിൾ എന്താണ് കാണിക്കുന്നത്? ഫസ്റ്റ് ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ കാനഡ. കാനഡയിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കൗണ്ടാണ് ഫസ്റ്റ് ടേബിൾ കാണിക്കുന്നത്. സോ ഫസ്റ്റ് ടേബിൾ നോക്കാം ഏതൊക്കെ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരാണുള്ളത്. ഫസ്റ്റ് ചൈന. ചൈനയിൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ കൗണ്ടുണ്ട്. ദെൻ ദ USA, ദെൻ ഇന്ത്യ, ദെൻ ടോട്ടൽ സ്റ്റുഡൻസ് ഫ്രം ഓൾ ദീസ് കൺട്രീസ്. അല്ലെങ്കിൽ മൊത്തത്തിൽ അവിടെ വന്ന ഈ കൺട്രീസ് കൂടാതെ ടോട്ടലി അവിടെ ഉള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. സോ നമുക്ക് 3 കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ എന്താ 2 സ്കൂൾ ഇയേഴ്സ് എന്ന് പറഞ്ഞിരുന്ന ക്വസ്റ്റ്യനിൽ ഇവിടെ 2 സ്കൂൾ ഇയേഴ്സ് ഏതൊക്കെയാണെന്നുണ്ട്. 2002 and 2003. ദെൻ നമുക്ക് ഈ ഒരു ഗ്രാഫിന് ഈ ഒരു ടേബിളിൻ്റെ കേസിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ ഡയറക്റ്റ്ലി ആ ചേഞ്ച് മെൻഷൻ ചെയ്തൊരു 3rd കോളം ഉണ്ട്. ചേഞ്ചിന് വേണ്ടി മാത്രമായിട്ട് ആ ഒരു 2 ഇയറിൽ വന്നിരിക്കുന്ന ചേഞ്ച് എത്ര പെർസെൻറ്റേജ് ആണെന്ന് കാണിച്ചൊരു കോളം കൂടാണ്, 3rd കോളം ഉണ്ട്. സോ ഓരോ 2 ഇയറിൽ എത്ര ഡിഫറൻസ് അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റുഡൻസിൻ്റെ കൗണ്ട് കൂടി അല്ലെങ്കിൽ കുറഞ്ഞു ഇത് മെൻഷൻ ചെയ്തൊരു 3rd കോളം ഉണ്ട്. സെയിം ഗോസ് ഫോർ ദ സെക്കൻഡ് കോളം. സെക്കൻഡ് കോളത്തിൽ നമുക്ക് കിട്ടുന്ന US-ലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കൗണ്ടും പെർസെൻറ്റേജാണ്, ചേഞ്ചിലുള്ള പെർസെൻറ്റേജുമാണ്. സോ US-ലേക്ക് വരുമ്പോൾ അവിടെ 3 കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ചൈന, ദെൻ ഇന്ത്യ ആൻഡ് കാനഡ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എന്ത് കാണാം? 2 കൺട്രീസിൽ നിന്നും ചൈന ആൻഡ് ഇന്ത്യ ഈ 2 കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ കൗണ്ട് പറയുന്നുണ്ട്. ദെൻ കാനഡയിൽ US-ൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ കൗണ്ടും പറയുന്നുണ്ട്. US-ൽ കാനഡയിൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ കൗണ്ടും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു ടേബിൾ കിട്ടിക്കഴിയുമ്പോൾ വാട്ട് വുഡ് യു ഡു? ചേഞ്ച് ജസ്റ്റ് ഡയറക്റ്റ്ലി ഒരു ബോഡി പാരഗ്രാഫിൽ ഒരു ടേബിൾ, നെക്സ്റ്റിൽ സെക്കൻഡ് ടേബിൾ അങ്ങനെ പറയുമോ അതോ കമ്പയർ ചെയ്യുമോ? എന്ത് ചെയ്യും? നമ്മൾക്ക് പലപ്പോഴും ഇതിന് മുമ്പത്തെ സെക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ടേബിൾസ് അല്ല ഗ്രാഫൊക്കെ കിട്ടുമ്പോൾ എന്താണ് അനലൈസ് ചെയ്യുക, അത് അവിടെ എന്താണ് ചേഞ്ച് ആണോ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, കമ്പാരിസൺ വേണോ വേണ്ടയോ, ഇതൊക്കെ അനലൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ, ഈ ഒരു ടേബിളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങളെങ്ങനെ ഒരു ബോഡി പാരഗ്രാഫ് സ്ട്രക്ചർ ചെയ്യും. സോ ബോഡി പാരഗ്രാഫ് ഈസ് ഓൾ അബൌട്ട് യുവർ ലോജിക്. നിങ്ങളുടെ ലോജിക്ക് എങ്ങനെ, നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കമ്പാരിസൺ നടത്തുമോ ഇല്ലയോ? നോക്കുകയാണെങ്കിലോ ഇവിടെ 2 കൺട്രീസിലെ സ്റ്റുഡൻസിൻ്റെ കൗണ്ടാണ് തരുന്നത്. ആൻഡ് എക്സ്ക്ലൂഡിങ് എ സർട്ടൺ കൺട്രി ബാക്കി എല്ലാം എന്താണ്? സെയിം കൺട്രീസാണ്. ചൈന ആൻഡ് ഇന്ത്യ കോമൺ ആയിട്ടുണ്ട്. ദെൻ US-ൽ വരുമ്പോൾ കാനഡയിൽ നിന്നുള്ള സ്റ്റുഡൻസും കാനഡ വരുമ്പോൾ US-ൽ നിന്നുള്ള സ്റ്റുഡൻസും. സോ ഇറ്റ്സ് ഈസി ടു കമ്പയർ റൈറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ബോഡി പാരഗ്രാഫ് സ്ട്രക്ചർ ചെയ്തെടുക്കാൻ പറ്റും? ഒരു കമ്പാരിസൺ മോഡിൽ സ്ട്രക്ചർ ചെയ്തെടുക്കാം. അപ്പോൾ ബോഡി പാരഗ്രാഫ് എങ്ങനെയൊക്കെ സ്ട്രക്ചർ ചെയ്യണം നമുക്കൊരു ഐഡിയ കിട്ടി. ദെൻ എന്താണ് ഓവർവ്യൂ? മെയിനായിട്ടുള്ളൊരു കാര്യമാണല്ലേ ഓവർവ്യൂ. അപ്പോൾ ഓവർവ്യൂ എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് ഇതിന് മുമ്പുള്ള സെക്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓവർവ്യൂ ഇസ് ദാറ്റ് സംതിങ് യു നോട്ടീസ്. നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നൊരു ട്രെൻഡ് അല്ലെങ്കിൽ ചേഞ്ച് അല്ലെങ്കിൽ ജനറലായിട്ട് നിങ്ങൾക്ക് എന്ത് ഈ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ എന്ത് മനസ്സിലായി, ദാറ്റ് ഈസ് വാട്ട് ഓവർവ്യൂ മീൻസ്. ആൻഡ് ഓവർവ്യൂവിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിന് മുമ്പത്തെ ലൈവ് സെക്ഷൻസിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. ഓവർവ്യൂവിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ ബാൻഡ് സ്കോർ, നിങ്ങളൊരു ഓവർവ്യൂ എഴുതാൻ വിട്ടുപോയാൽ യു വോണ്ട് അച്ചീവ് എ ഗുഡ് ബാൻഡ് സ്കോർ. ഒട്ടും സ്കോർ ഇട്ടില്ല, പക്ഷേ നിങ്ങളുടെ ബാൻഡ് സ്കോറിനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഓവർവ്യൂവിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് എസ്സേയിൽ ഒരു കൺക്ലൂഷൻ കൊടുക്കുന്ന പോലെയാണ് റിപ്പോർട്ടിൽ ഓവർവ്യൂ എഴുതുക. അതായത് നിങ്ങൾക്ക് ആ മൊത്തത്തിൽ ആ ഗ്രാഫിൽ നിന്ന് എന്താണ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തത്, അതാണ് ഓവർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ത് പറയാം? എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ടേബിളാണ്. ടേബിൾ എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ടോട്ടൽ കൗണ്ട് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആൻഡ് ദ പെർസെൻറ്റേജ് ഇൻ ദ വേരിയേഷൻ അല്ലേ. ടൈം പീരീഡോ ഇൻ 2002 ആൻഡ് 2003. സോ നമുക്ക് സെൻറ്റൻസ് ആക്കി പറയുമ്പോൾ ദ ടേബിൾ ഡിസ്പ്ലേസ് ദ നമ്പർ ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇൻ 2 ഡിഫറെൻറ്റ് കൺട്രീസ്, നെയിംലി കാനഡ ആൻഡ് USA in 2002 and 2003. Also it depicts the variation in the student count. Student count വേരിയേഷൻ അത് കാണിക്കുന്നുണ്ട് അല്ലേ. ദെൻ നമുക്ക് സെക്കൻഡ് സെൻറ്റൻസ് അല്ലെ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ എന്താണ് ഓവർവ്യൂ. ഓവർവ്യൂ നിങ്ങൾക്ക് സെക്കൻഡ് സെൻറ്റൻസ് ആയിട്ടും സെക്കൻഡ് പാരഗ്രാഫിലും എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓവർവ്യൂ എഴുതുമ്പോൾ എന്തൊക്കെ പറയാം? മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും?
ഈ 2 ഇയേഴ്സിനിടയിൽ എന്തൊക്കെ കോമൺ ആയിട്ട് വന്നു, നമുക്ക് ഈ ഒരു ടേബിളിൻ്റെ കേസിൽ ഒരുപാട് ഓവർവ്യൂസ് വരും. അത് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു കാര്യം പറയാം, നോക്കുകയാണെങ്കിൽ കാനഡ ആയാലും US ആയാലും 2002 കമ്പയർ ചെയ്യുമ്പോൾ 2003 സ്റ്റുഡൻറ്റ് കൗണ്ട് കൂടിയിട്ടുണ്ട്. ദെൻ കാനഡ ആൻഡ് US കമ്പയർ ചെയ്യുമ്പോൾ US ടോളർ സ്റ്റുഡൻസിൻ്റെ കൗണ്ട് കൂടുതൽ, വളരെയധികം. മാർജിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് മാർജിൻ അല്ലേ. ഇപ്പോൾ കാനഡ ജസ്റ്റ് അറൗണ്ട് 60,000 സ്റ്റുഡൻസ് ആയിരുന്നു 2002 US വരുമ്പോൾ അത് എത്ര 1,000 ആയിട്ട് മാറും? 581,000 ആയിട്ട് മാറും. ദ സെയിം ഗോസ് ഫോർ 2003 അറൗണ്ട് 70,000 സ്റ്റുഡൻസ് മാത്രമേ കാനഡയിൽ വരുന്നുള്ളൂ. ബട്ട് 2003 വരുമ്പോഴോ 592,000 അല്ലെങ്കിൽ 592,000 സ്റ്റുഡൻസ് വരുന്നുണ്ട്. സോ എന്താണ് അവിടുത്തെ മാർജിൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് മാർജിനാണ് സ്റ്റുഡൻസിൻ്റെ കൗണ്ടിലുള്ള, അത് പറയാം. ദെൻ ചേഞ്ച് നോക്കുകയാണെങ്കിലോ ഫുൾ എല്ലാ ചേഞ്ചസ് എക്സ്ക്ലൂഡിങ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇൻ US 2003 പോയ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ കൗണ്ട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഒരു പോസിറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത് അല്ലേ. ബട്ട് ഇൻ കേസ് ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഹു ആർ മൈഗ്രേറ്റിംഗ് ടു US in 2003 അവിടെ ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആണ്, അതായത് സ്റ്റുഡൻസിൻ്റെ പെർസെൻറ്റേജിൽ ഒരു ഡിക്രീസ് ഉണ്ടായി. സോ ഇങ്ങനെ ഒരു 3-4 ടൈപ്പ് ഓഫ് കാര്യങ്ങൾ നമുക്കിവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റും ഓവർവ്യൂവിൽ വരെ. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇത് ഏതാണ് ബെസ്റ്റ്, ഏതായിരിക്കും ബെറ്റർ, അങ്ങനെ തോന്നുന്ന കാര്യം നിങ്ങൾക്ക് ഓവർവ്യൂവിൽ എടുത്ത് പറയാം. ഇപ്പോൾ പറയാം, ലുക്കിംഗ് ഫ്രം ആൻ ഓവറോൾ പെർസ്പെക്റ്റീവ്, ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ദ സ്റ്റുഡൻറ്റ് കൗണ്ട് ഹാസ് ഇൻക്രീസ്ഡ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഇൻ ബോത്ത് ദ കൺട്രീസ്. പറയാമല്ലോ, 2 കൺട്രീസിൽ സ്റ്റുഡൻറ്റിൻ്റെ കൗണ്ട് കൂടിയിട്ടുണ്ട്. കാനഡയിൽ അത് 70% കൂടി, US ജസ്റ്റ് 2%. അത് നിങ്ങൾ ഓവർവ്യൂവിൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 കൂടിയിട്ടുണ്ട് എന്ന് മാത്രം മെൻഷൻ ചെയ്യാം. ഇല്ല എങ്കിൽ എന്ത് പറയാം, US കാനഡയെക്കാളും സ്റ്റുഡൻറ്റ് കൗണ്ട് കൂടുതൽ പറയാം. ഇല്ല എങ്കിൽ ചേഞ്ചിൽ ഒരു വേരിയേഷൻ വന്നിരിക്കുന്നത് ഒറ്റൊരു കൺട്രിയുടെ ഇൻസ്റ്റൻസ് മാത്രമാണ്. സോ ആ ഒരു കൺട്രി മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഓവർവ്യൂ പറയാം. ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. അപ്പോൾ ഓവർവ്യൂ ആയി, ഇൻട്രൊഡക്ഷനായി, ഇനി എന്താണുള്ളത്? ബോഡി പാരഗ്രാഫ് അല്ലേ. അപ്പോൾ മുമ്പേ തന്നെ പറഞ്ഞു, ബോഡി പാരഗ്രാഫ് നമുക്ക് എങ്ങനെ എഴുതാം? കമ്പാരിസൺ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്ത് ബോഡി പാരഗ്രാഫ് സ്പ്ലിറ്റ് ചെയ്യാം. എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ടാസ്ക് 1 കേസിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 ബോഡി പാരഗ്രാഫെങ്കിലും എഴുതണം. അപ്പോൾ ബോഡി പാരഗ്രാഫ് എങ്ങനെയാണ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? അത് ലോജിക്, പ്യുവർലി യുവർ ലോജിക്. സോ ഈ ഒരു ക്വസ്റ്റിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു, ചൈന ആൻഡ് ഇന്ത്യ കോമൺ കേസസ് ആണ് 2 കൺട്രീസിൻ്റെ കേസസിൽ അല്ലേ. അപ്പോൾ എന്ത് പറയാം, 2002 കാനഡയിൽ എത്ര ചൈനീസ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു? അറൗണ്ട് 5,400 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അത് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയി? 45% ഇൻക്രീസ് ആയി വെൻ ഇറ്റ് കെയിം ടു 2003. വേറസ് ഇൻ US നമ്പർ ഓഫ് ചൈനീസ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 110,000 സ്റ്റുഡൻസ് ആയിരുന്നു ഇൻ 2003. ആൻഡ് 2003 ആയപ്പോൾ ജസ്റ്റ് 6% ഇൻക്രീസ് മാത്രം കാണിക്കുന്നു. സോ ഇങ്ങനെ നിങ്ങൾക്ക് 2 കൺട്രീസിലെയും സെയിം കൺട്രി എന്നുള്ള സിറ്റിസൻസിനെ കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. സോ അപ്പോൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ചൈനീസ് ആൻഡ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇൻ ബോത്ത് കാനഡ ആൻഡ് USA കമ്പയർ ചെയ്ത് എഴുതാം. സോ ഫസ്റ്റ് പറയാണ്, ദ നമ്പർ ഓഫ് ചൈനീസ് സ്റ്റുഡൻസ് ഇൻ കാനഡ were just 5,400 in 2002, which had an enormous increase of 45% and reached 7,085 in 850 in 2003. Whereas in USA, the count of Chinese students was 110,000 അല്ലെങ്കിൽ 110,000 in 2003 with a slight increase of 6%. It reached 116,600 in 2003. In the case of Indian students, the count of Indian students in 2002 in Canada were just 2,100, which had a 35% increase and reached to 2,008,035 in 2003. Okay, at the same time, Indian students in the USA had a decline from 2 lakh students or 200 students to 1,082,000. അല്ലേ, അവിടെ ഒരു ഡിക്ലൈൻ ആണ് ഉണ്ടായത് സ്റ്റുഡൻസിൻ്റെ കൗണ്ടിൽ. ഇവിടെ മാത്രം ഇന്ത്യയുടെ കേസിൽ സ്റ്റുഡൻസിൻ്റെ കൗണ്ട് കുറഞ്ഞു, ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ കൗണ്ട് കുറഞ്ഞു. ഇനി സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ട്വിസ്റ്റ് എന്താണ്? കാനഡയിലെ US സ്റ്റുഡൻസും വരുന്നുണ്ട്, US കനേഡിയൻ സ്റ്റുഡൻസ് ഉണ്ട്. ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ദ നമ്പർ ഓഫ് അമേരിക്കൻ സ്റ്റുഡൻസ് ഇൻ കാനഡ was 5,000 in 2002, which increased to 5,450 by 2003 with a percentage of 90%.
പെർസെൻറ്റ് ഇൻക്രീസ് പറയാം. At the same time, the Canadian students in US were 31,000 in 2003, which had a slight increase of 7% and reached 33,000. 7% എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിർത്താം, ഇല്ല എങ്കിൽ മെൻഷൻ ചെയ്ത് പറയാം 33,000, 170 സ്റ്റുഡൻസ് എന്ന് പറയാം. സോ ഈ ഒരു കേസ് നിങ്ങൾക്ക് എല്ലായിടത്തും വാല്യൂ എടുത്ത് പറയണമെന്നില്ല, ഞാൻ പറഞ്ഞു വന്നപ്പോൾ എല്ലായിടത്തും പറഞ്ഞു. ബട്ട് യു ഡസൻറ്റ് നീഡ് ടു മെൻഷൻ ഓൾ ദ വാല്യൂസ്, ബട്ട് പെർസെൻറ്റേജ് തന്നിട്ടുള്ളതുകൊണ്ട് പെർസെൻറ്റേജ് മാത്രമാക്കിയും പറയാൻ പറ്റും. ഇനി ടോട്ടലിൻ്റെ കേസിലോ, ടോട്ടൽ സ്റ്റുഡൻസ് ഉണ്ടല്ലേ, കാനഡയിൽ വരുമ്പോൾ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ കൗണ്ട് എന്താണ്? 59,850 സ്റ്റുഡൻസ്, വിച്ച് റോസ് ടു 70,004 സ്റ്റുഡൻസ്. സോ അവിടെ വന്നിരിക്കുന്ന ചേഞ്ച് എത്രയാണ്? 70% ആണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു US, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 2002 എന്ന് പറയുന്നത് 581,600 സ്റ്റുഡൻസ് ആണ്, വിച്ച് റോസ് ടു ജസ്റ്റ് 592,230 സ്റ്റുഡൻസ്. സോ ജസ്റ്റ് ഒരു 2% ഇൻക്രീസ് മാത്രമേ യുഎസിൻ്റെ കേസിൽ വന്നിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്, രണ്ടിടത്ത് ഇൻക്രീസിങ് ആയിരുന്നു, പക്ഷേ യുഎസിൻ്റെ കേസിൽ ജസ്റ്റ് ഒരു സ്ലൈറ്റ് ഇൻക്രീസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബോഡി പാരഗ്രാഫ് ഇങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്? നിങ്ങൾക്ക് ടോട്ടൽ ബോഡി പാരഗ്രാഫ്, ടോട്ടൽ സ്റ്റുഡൻസ് കൗണ്ട് പറയാം, അതിൻ്റെ കൂടെ തന്നെ ചൈനീസ് ആൻഡ് ഇന്ത്യൻ സ്റ്റുഡൻസ് പറയാം. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ എന്ത് ചെയ്യുക? US-ലുള്ള കനേഡിയൻ സ്റ്റുഡൻസിനെയും കാനഡയിലുള്ള അമേരിക്കൻ സ്റ്റുഡൻസിനെയും കൗണ്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ബോഡി പാരഗ്രാഫ് കമ്പയർ ചെയ്ത് എഴുതാം. ഇങ്ങനെ മാത്രമേ എഴുതാവുന്നത് ചോദിച്ചാൽ ഇങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? അല്ല, ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. നിങ്ങൾക്ക് കൺഫ്യൂസിങ് അല്ലാതെ എങ്ങനെയൊക്കെ പാരഗ്രാഫ് തിരിക്കാവോ അതൊക്കെ ഓക്കെ ആയിരിക്കും. വായിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കണം അവിടുത്തെ ട്രെൻഡ് എന്തായിരുന്നു, സ്റ്റുഡൻസിൻ്റെ കൗണ്ടിൽ വന്ന ട്രെൻഡ് എന്തായിരുന്നു, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കൂടിയോ, എങ്ങനെയാണ് കൂടിയത്, എത്രത്തോളം അവിടുത്തെ മാർജിൻ വന്നു, പെർസെൻറ്റേജ് ആ ചേഞ്ചിൻ്റെ മാർജിൻ എന്താണ്, ഗ്രാജുവലി കൂടിയോ അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ടിലാണോ കൂടിയേക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ലോ ഇൻക്രീസിങ് റേറ്റ് ആണോ, എങ്ങനെയാണത് കൂടിയത്, അതൊന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ടേബിൾസ് കിട്ടുകയാണെങ്കിൽ എപ്പോഴും ആ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുക. അൺലൈക്ക് അതർ ഗ്രാഫ് നിങ്ങൾക്ക് എടുത്തറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ വായിച്ച് നോക്കുക. അപ്പോൾ അവിടുന്ന് സൈഡിൽ കൂടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറച്ചൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ടൈം എടുക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ബാക്കിയുള്ള ഗ്രാഫുകളിൽ നിന്ന് ടേബിളിൽ നിന്ന് വരുന്നുള്ളൂ. സ്ട്രക്ചറിങ് സിമിലർ ടു അതർ ഗ്രാഫാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയോ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലൈൻ ഗ്രാഫാണ് ചെയ്തത്. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയും അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ എന്താണ്, ആ ട്രെൻഡ് അനലൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ആൻഡ് ഈ ഒരു ക്വസ്റ്റിന് കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആ ട്രെൻഡ് അല്ലെങ്കിൽ ആ ചേഞ്ച് എന്താണെന്ന് നമുക്ക് ക്വസ്റ്റിനെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് കേസസ് ഇങ്ങനൊരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാറില്ല. സോ അപ്പോൾ എന്ത് ചെയ്യണം, ആ ട്രെൻഡ് നമ്മൾ തന്നെ അനലൈസ് ചെയ്തെടുക്കണം. ആ ഒരു കാര്യം മാത്രമേ ടേബിൾസ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് അഗെയിൻ ഒന്നുകൂടെ പറയാണ്, ഇറ്റ്സ് എ ന്യൂ ഇയർ. Most of you guys would have begun years with blast. Again ന്യൂ ഇയർ ആണ്, പുതിയ പുതിയ ബിഗിനിങ്സ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. കുറേ പേര് പഠിക്കാനും നന്നാവാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. കുറേ പേര് ജിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിൽ ആവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറേ പേര് പുറത്തു പോവുക, അങ്ങനെ കുറേ പേര് ലക്ഷ്യമിട്ടിട്ടുണ്ടായിരിക്കും. സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഹാവ് ഡിസൈഡഡ് ടു ഗോ അബ്രോഡ് സ്റ്റാർട്ട് ടു ലേൺ എന്താണ്, ഇറ്റ്സ് ബെറ്റർ ടു ഡു സംതിങ് ദാൻ നത്തിങ് അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കുക, ലൈവ് സെഷൻസോ അല്ലെങ്കിൽ ക്ലാസ് ജോയിൻസ് ചെയ്യുക, IELTS പാസ്സാകുക, അല്ലെങ്കിൽ എന്താണ് ബാക്കി എക്സാംസ്, OET ആണെങ്കിൽ OET എക്സാംസ്, നഴ്സസ് ആണെങ്കിൽ OET, അങ്ങനെ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക, ട്രൈ ആൻഡ് വിൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഗൈസ് ഹാവ് എനി ഡൗട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാൻ നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സം സാമ്പിൾസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ബൈ ഓൾ. Thank you.